എൻ്റെ പേര് ഫഹദിയ, +2 സ്റ്റുഡൻറ്റ്, ജേർണലിസം ബാച്ചിലറാണ്. സർ, രാഷ്ട്രീയത്തിൽ സാധാരണയായിട്ട് വെള്ള വസ്ത്രം ധരിച്ചിട്ടാണ് കാണാറുള്ളത്. പൊതുവേ പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ കതർ വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് കാണുന്നത്. നിങ്ങളിങ്ങനെ അടിപൊളിയായിട്ട് ചെക്ക് വസ്ത്രമൊക്കെ ധരിച്ച് നടക്കുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ നിങ്ങളുടെ ഈ കുഞ്ഞമ്മക്കയും പിന്നെ കുഞ്ഞമ്മദാജിയും മോമക്കയൊക്കെ അവർ ചെറുപ്പക്കാരെ പോലെ നടക്കുന്ന ഒരു സ്ഥലത്ത് പിടിച്ചു നിൽക്കാൻ ഞാൻ ഇതെങ്കിലും ഇവിടെ ഉണ്ട്. വാട്ട് യു വെയർ അതിനൊട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കോൺഗ്രസിന്റെ വെള്ളയുടെ പിന്നിൽ അല്ലെങ്കിൽ കതർ അണിയുന്നതിന്റെ പിന്നിൽ അതിനൊരു ഹിസ്റ്ററി ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ ഒരു സെൽഫ് സഫിഷ്യൻസിക്ക് വേണ്ടി ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു സ്വദേശീവൽക്കരണമൊക്കെ നിങ്ങൾക്കറിയാം. വിദേശ വസ്ത്ര ബഹിഷ്കരണം ഉൾപ്പെടെ ഒരു കാലത്ത് നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് വരാനും നമുക്ക് നിലനിൽക്കാനും നമുക്ക് അതിജീവിക്കാനും ഒക്കെ ഒരു വലിയ ജനത നടത്തിയ വലിയൊരു പോരാട്ടത്തിന്റെ ഒരു റിസൾട്ടുകളിലൊന്നും അതിൻ്റെ ഒരു പ്രതീകമാണ് ഖദർ എന്ന് പറയുന്നത്. അതിന് വലിയ പരിശുദ്ധിയും വെണ്മയൊക്കെ ഉള്ളതാണ്. ഐ റെസ്പെക്ട് ദാറ്റ്. അതിനോടുള്ള ഡിസ്റെസ്പെക്ട് അല്ല, അതിനോടുള്ള ഒരു തരത്തിൽ ഇഷ്ടക്കേടുമല്ല. ഞാനും അത് അണിയാറുണ്ട് എന്നുള്ളത് വശം. അതേസമയം തന്നെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ആളുകൾ, ഇപ്പം നിങ്ങൾ ഉൾപ്പെടെയുള്ള പിന്നെ ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് പിന്നെ കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം വസ്ത്രം തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യം നേരത്തെ സൂചിപ്പിച്ചതിൽ ഒന്ന് നമ്മുടെ ഇഷ്ടങ്ങളും കൺവീനിയൻസും, പിന്നെ അത് നമ്മുടെ ഒരു പർപ്പസിന് വേണ്ടിയാണെങ്കിൽ അതുമാണ്. ഇപ്പം പൊളിറ്റിക്കൽ പ്രോട്ടോടൈപ്സ്, രാഷ്ട്രീയക്കാരനാണെങ്കിൽ വെള്ളയും ഇട്ടിരിക്കണം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ്സുകാരനാണെങ്കിൽ അത് ഇട്ടിരിക്കണം എന്ന് പറയുന്നതിന് അതിൻ്റെ ഒരു വലിയ ഉദ്ദേശത്തെ, വലിയ പർപ്പസിനെ ഒരു തരത്തിലും ചലഞ്ച് ചെയ്യാതെ തന്നെ നിങ്ങൾ ഉൾപ്പെടെയുള്ള ജനറേഷനുമായി കണക്ട് ചെയ്യാനും കൺവീനിയൻസിനെയും ഇഷ്ടത്തെയും പിന്തുടരാനും ആഗ്രഹിക്കുന്ന ഒരാളെന്ന് നിൽക്കുക. അതിൻ്റെ മേലിൽ ഒരു നിർബന്ധിത ബുദ്ധിയല്ല. എനിക്ക് നല്ല വസ്ത്രങ്ങൾ അണിയാൻ ആഗ്രഹമുള്ള ഒരാളാണ്. എനിക്ക് പറ്റാവുന്ന, എനിക്ക് ചേരുന്ന പറ്റാവുന്നതൊക്കെ പിന്നെ ഞാൻ അണിയാറുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ പുറത്ത് പോയപ്പോൾ എൻ്റെ അനിയന് പിന്നെ അവിടെ വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ നടക്കുന്നത്, ഈ പറഞ്ഞ പോലെ ഇത് ചെറുപ്പമായിട്ട് നടക്കുന്ന എൻ്റെ വിചാരം. അപ്പോൾ അവൻ എന്നോട് പറയുന്നത്, ഷാഫിക്കൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി, പിന്നെ ഇതൊന്നും അല്ല, ഇങ്ങനത്തെ ഷർട്ടും പാൻറ്റൊന്നും അല്ല ഇപ്പോൾ ഇടുക, ഇതെന്തൊരു ടൈറ്റുള്ള സാധനം കിട്ടിട്ട് ഇപ്പോൾ ലൂസ് ഫിറ്റിൻ്റെ കാലമാണ്, അതിലേക്കൊക്കെ ഒന്ന് മാറണം, ഇപ്പോൾ ഫ്ലോറലിൻ്റെയും പ്രിൻറ്റിൻ്റെ ഒക്കെ കാലമാണ്, ഷാഫിക്ക് ഇങ്ങനെ കല്ലി കുപ്പായും സാധനം കിട്ടിട്ട് വരെയൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ഒന്നും മാറ്റാറായില്ല, ചെറുപ്പക്കാരെ ഒന്നും ശ്രദ്ധിക്കുന്നില്ലേ. എന്നിട്ട് അവൻ എന്നെ ഈ മറ്റേ ആരുടെ ഒരു ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ കണ്ണാടിയുടെ മുമ്പിൽ പിന്നെ എനിക്ക് 2 സാധനം അവൻ എടുത്തതാണ്. അപ്പോൾ എൻ്റെ ടീഷർട്ടിൻ്റെ കൈ ഏതാണ്ട് ഇതുവരെ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞാൽ അതെനിക്ക് പാകമല്ല. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾക്ക് വിവരമില്ലാന്ന് ഇതാ പറഞ്ഞത്, അതാണ് ലൂസ് ഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള ഒരു പാൻറ്, അതിലെന്നെ പറയുന്നത് ലൂസ് ഫിറ്റ് പാൻറ് ഇട്ടിട്ട് എന്നിട്ട് എന്നെ മറ്റേ പറഞ്ഞ ഒരു ഫോട്ടോ എടുക്കുക ഷാഫിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ ഇങ്ങനെ എടുത്ത് തലേ കൈവെക്കുക, അങ്ങനെ അല്ല ഷാഫിക്ക, മിററിൽ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കണ്ണാടിന് മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ, അപ്പോൾ പറഞ്ഞു ഓ എന്നിട്ട് അവൻ എൻ്റെ കൈ വെച്ചിട്ട് അവൻ പറഞ്ഞു കണ്ണാടിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കണം, എന്നിട്ട് ഫോൺ ഇങ്ങനെ ചേർത്ത് വെക്കണം, ഫോൺ ഇങ്ങനെ ചേർത്ത് വെച്ച് തള്ളവരിൽ ഇവിടെ വെക്കണം, എന്നിട്ട് ഫോണിലേക്ക് നോക്കരുത്, മിററിലെ ക്യാമറ ആംഗിളിൽ നോക്കണം, എന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഞാനൊരു ഫോട്ടോ എടുത്തു, എന്നിട്ട് ഞാനത് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ്, ഞാൻ ഇവിടെ എന്താ ക്യാപ്ഷൻ ഇടുക, അപ്പോൾ ക്യാപ്ഷൻ ഇടേണ്ട ഒരു ഹാഷ് ഇട്ടിട്ട് ഫിറ്റ് ചെക്ക് ഇടാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ചോദിച്ചു അത് എന്തിനാ ഇടുന്നെന്ന് വെച്ചു. ഒന്നുമില്ല, ഈ ഷർട്ടിൻ്റെ മറ്റേ വിലയുടെ സാധനം ഉണ്ടല്ലോ, ഇല്ല ഏത് ഈ ടാഗ്, പ്രൈസ് ടാഗ്, അത് പുറത്ത് കാണാനായിരുന്നു. ഞാൻ മേടിച്ചതല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ ഡ്രസ്സിംഗ് റൂമിൽ നിന്നെടുത്ത ഫോട്ടോ, അപ്പോൾ അത് മനസ്സിലാവുന്ന ആളുകളാണുള്ളത്. അപ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി തന്നെ സത്യം തുറന്ന് പറയാം, അത് ഫിറ്റ് ചെക്ക് ചെയ്താണ് എന്ന് പറഞ്ഞിട്ട് ഫിറ്റ് ചെക്ക് എന്ന് പറഞ്ഞിട്ട് ഇടാൻ പറഞ്ഞു. ഞാൻ അതിട്ട് എനിക്ക് 2 ലക്ഷം ലൈക്കാണ് ഇൻസ്റ്റാഗ്രാമിൽ ആൾക്കാർ അതിനകത്ത് വന്നത്. ഞാൻ ഈ